ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു നാടൻ ഹെയർ ഓയിലാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ താരനൊക്കെ ഉള്ളവർക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. ഇത് ഉപയോഗിച്ച് 2 ആഴ്ച ആകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടി തുടങ്ങും. അപ്പോൾ എല്ലാവരും ഈ ഓയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഓയിലിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതെന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തുളസിയില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മൈലാഞ്ചിയില എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കറ്റാർവാഴ എടുത്തിട്ടുണ്ട്, ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ കിട്ടാത്തത് കൊണ്ടാണ്, അപ്പോൾ അതുകൊണ്ടെങ്കിൽ അതുകൂടി എടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഫൈൻ പേസ്റ്റാക്കി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുക. ആദ്യം നമുക്ക് ഇലകളൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തുളസിയില, മൈലാഞ്ചിയില, ചെമ്പരത്തിയുടെ ഇല, അതുപോലെ തന്നെ കറിവേപ്പില ഇവ 4 കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ ഞാൻ ഇലകളൊക്കെ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി, അതുപോലെ തന്നെ ഉലുവ, പിന്നെ കറ്റാർവാഴ ചേർത്ത് കൊടുക്കുമ്പം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ ഞാനിത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മളൊന്ന് അരച്ചെടുക്കുക. ഇത് നമ്മൾ എണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് എണ്ണ മൂപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പേസ്റ്റ് മുഴുവനായിട്ടും ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ അതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഈ എണ്ണ നല്ലതുപോലെ തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തിളച്ച് എണ്ണയുടെ കളർ ഒരു ഗ്രീൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചെമ്പരത്തിയുടെ പൂവ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കളറിൽ ഉള്ള എണ്ണ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് പൂവ് ചേർക്കാത്തത് കൊണ്ട് കുറച്ചൊരു കളർ കുറവുണ്ട്, എന്നാലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണയുടെ കളറൊക്കെ നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന മിക്സിൻ്റെ കളറൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങി എണ്ണ നല്ലൊരു ഗ്രീൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മിക്സും തന്നെ കളറൊന്നും ചേഞ്ച് ആയിട്ടുണ്ട്.
നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ തണുത്തതിന് ശേഷമാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. അങ്ങനെ ഈ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ. 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഏകദേശം കിട്ടി തുടങ്ങും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.